ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട വിവാദമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു യുവതി കാൽ കഴുകിയതുമായി ബന്ധപ്പെട്ട്. ഒരു യുവതിയല്ല, മറ്റേ ജാസ്മിൻ എന്ന് പറയുന്ന യുവതി കാൽ കഴുകിയതുമായി ബന്ധപ്പെട്ട് ആ വിവാദങ്ങൾ എങ്ങനെയാണ് സാർ കാണുന്നത്? ഒരാവശ്യമില്ലാത്ത വിവാദമാണ് എനിക്ക് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ വിവാദം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറയണം. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുളത്തിൽ അനുമതിയില്ലാതെ അതിൻ്റെ സൈഡിലൂടെയുള്ള ഒരു റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളതാണ് വിവാദം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാലൊക്കെ കഴുകി എന്നുള്ളതൊക്കെ സത്യമാണ്. അപ്പോൾ അത് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി വലിയ പിന്നെ നമുക്കറിയാലോ ബിഗ് ബോസ് 6 ഒരു താരമായിരുന്നു. ഗബ്രിയുമായിട്ടൊക്കെ ഉണ്ടായ പ്രണയമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്ന് പറഞ്ഞാൽ പുറത്താതോ പ്രണയം നേരത്തെ ഉണ്ടായിരുന്നു, അകത്തേക്ക് കയറിയപ്പോൾ വേറൊരു പ്രണയമായി എന്നൊക്കെ ഉള്ളതാണ്. അതൊക്കെ അവരുടെ ചോയ്സാണ്, അതുകൊണ്ട് അതിലൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ബ്യൂട്ടി വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരാളാണ്, വീട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായിരുന്ന ഒരാളാണ്. ആ കുടുംബത്തെ ഏതാണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ആദ്യത്തെ കുറച്ച് മാസം തന്നെ ഏതാണ്ട് 1 ലക്ഷം രൂപയൊക്കെ അതിന് കിട്ടിയ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അത് സ്വയമായിട്ട് വീഡിയോ ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഒരാളാണ്. കാരണം അതിനു മുമ്പ് നിരവധി കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജാസ്മിൻ ജാഫർ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 2.6 മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ തന്നെ ഏതാണ്ട് 1.5 മില്യൺ ഉണ്ട്. ഇത്തരത്തിൽ വലിയ തോതിൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ്. കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 6 ഷിബിലി വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ പെൺകുട്ടി അവിടെ പോയി ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ അറിയാതെ, അത് യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടൊന്നും ചെയ്തതല്ല, അറിയാതെ പോയി എടുത്തു. അപ്പോൾ അറിയാതെ പോയി എടുത്തത് ഞാൻ വിചാരിക്കുന്നത് ഗുരുവായൂരപ്പൻ അത് ക്ഷമിക്കും എന്നാണ്. ഓക്കെ, എൻ്റെ ദൈവമോ എൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള ആളുകളൊക്കെ സിവിലി ഇത്തരത്തിലൊരു സ്ത്രീ വന്ന് ഏതെങ്കിലും ഒരു കുളത്തിൽ കാലിട്ട് കഴുകി എന്നുള്ളത് കൊണ്ട് അശുദ്ധമാകും എന്നൊന്നും വിചാരിക്കുന്നവരല്ല എൻ്റെ ദൈവോട്ടാണ്. ഇത് കേൾക്കുന്നത് മറ്റു പലരുടെയും ദൈവത്തിനൊക്കെ അങ്ങനെയാണ്, അശുദ്ധമാകുമെന്നൊക്കെ ഏതെങ്കിലും ദൈവം അങ്ങനെ വിചാരിക്കുമോ? എനിക്കറിയില്ല. അങ്ങനെ ദൈവമൊന്നും വിചാരിക്കാൻ സാധ്യതയില്ല. ഗുരുവായൂരപ്പൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ അത് പലപ്പോഴും ഇപ്പോൾ യേശുദാസനെ കയറ്റാറില്ല, അഹിന്ദുക്കൾ അങ്ങനെ വരുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ ഷിബിലിയോട് ഇനി പറയുന്ന കാര്യം ഓർത്തു വെച്ചോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നിരവധി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം നേരത്തെ തന്നെ മറ്റേ ഏപ്രിലിൽ കിഴക്കേ നടയിലെ ഭണ്ഡാരത്തിന് മുകളിൽ മാല ചാർത്തി എന്ന് പറഞ്ഞിട്ടൊരു ജസ്ന സലീം എന്ന് പറയുന്നത്, എനിക്ക് വേണം ആ പടമൊക്കെ വരക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. ആ പടമൊക്കെ വരക്കുന്ന പുള്ളിക്കാരിക്കെതിരെ ഇതുപോലെ തന്നെയുള്ള മറ്റേ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഇനി കൂടിക്കൊണ്ടിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറേ പേര് ബൈനോക്കുലറുമായി നോക്കിയിരിക്കുകയാണ് എങ്ങനെ ഇവിടെ ഒരു മതപരമായിട്ടുള്ള വിഭാഗീയത ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഇതിനെ നേരെ തിരിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് ഞാൻ നേരത്തെ പേര് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു പടം വരക്കുന്നു, ആ പടം വരച്ച് വിൽക്കുന്നു, 5000 രൂപക്കൊക്കെ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു കൂടി ഈ ഭക്തി എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്ത് 10-17 ലക്ഷം രൂപ ഉണ്ടാക്കി വീടൊക്കെ വെക്കുന്നു. എല്ലാം ഒരേപോലെയുള്ളൊരു കണ്ണൻ്റെ പടം, അതിൻ്റെ കണ്ണൻ്റെ ആരാധികയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി വന്ന് കണ്ണൻ്റെ ആരാധികയാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ആരാധികയാണെന്ന് പറയുമ്പോൾ, ശ്രീകൃഷ്ണൻ്റെ ആരാധികയാണെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികൾക്കൊക്കെ വലിയ താല്പര്യം തോന്നുന്നു. അവർ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി 5000 രൂപ കൊടുത്ത് 150 രൂപ ഇല്ലാത്തൊരു ഫോട്ടോ മേടിക്കുന്നു. ഇത് ഒരു ഭാഗത്ത് കിടക്കുന്നു. അതേസമയം മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ നമ്മൾ ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം വളരെ മോശമായി പോയി എന്ന് പറയുന്നു. ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഷിബിലി. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു 10, 20, 25, 30 കൊല്ലം മുമ്പാണെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും ഇവിടെ പ്രശ്നം ആവില്ല. ഇപ്പം നിർമാല്യം പോലൊരു സിനിമ എടുക്കുമ്പോൾ വെളിച്ചപ്പാട് ഈ പറഞ്ഞ പോലെ ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്നുണ്ട്, അത് ഇവിടെ നിന്ന് പ്രശ്നമായില്ല. കാരണം MT വാസുദേവൻ നായർ എഴുതിയ സിനിമയാണെന്ന് ഓർക്കണം നിർമാല്യം. അതുപോലെ MT വാസുദേവൻ നായർ ഞാൻ ഇപ്പോഴും ഒരു ചെറുകഥ വായിച്ചത് എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഫാദർ നന്നായിട്ട് വായിക്കുന്ന ഒരാളായതുകൊണ്ട് ചെറുകഥ ഇത്രയും വലിയൊരു വോളിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ച് ഞാൻ വായിക്കുമ്പോൾ ഒരു ദിവസം ഒരു മഠത്തിൻ്റെ സൈഡിൽ കൂടി അതിലൊരു കഥാപാത്രം കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൊണാസ്ട്രി, അതായത് ക്രിസ്ത്യൻ മഠത്തിൻ്റെ സൈഡിൽ കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പ്രണയിച്ചൊരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ അവൾ ഏതെങ്കിലും മഠത്തിൽ ചേർന്നിട്ടുണ്ടാകുമോ എന്ന് ഇങ്ങനെ സ്വയമായി ആലോചിക്കുന്ന ഒരു രംഗമുണ്ട് അതിനകത്ത്. ആ മഠത്തിൽ ചേർന്നിട്ടുണ്ടാകുമോ എന്ന് ആലോചിക്കുന്ന രംഗത്തിന് ശേഷം MT വാസുദേവൻ നായർ എഴുതി വെച്ചേക്കുന്ന ഒരു കമൻ്റ് എന്താണെന്നറിയാമോ? ഇല്ല, അവളൊരിക്കലും ഒരു കറുത്ത വസ്ത്രത്തിനകത്ത് സ്വയം തന്നെ അടക്കം ചെയ്യില്ല എന്നാണ്.
ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഞാനിപ്പോൾ ഇനി ഇങ്ങനെ തന്നെ അല്ല എങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് കുതിരേറാൻ പറയുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 25 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് വായിച്ചൊരു കാര്യം ഞാൻ സത്യത്തിൽ ഓർമ്മയിൽ നിന്ന് എടുത്ത് നിങ്ങളോട് പറഞ്ഞാണ്. കാരണം ആ വരികൾ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഞാൻ ആ സമയത്ത് ചെറുകഥകളൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട്. അപ്പോൾ ആ ചെറുകഥകൾ അയച്ചു കൊടുക്കുകയും ചിലർ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്തതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ എഴുത്ത് തുടരണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നീട് ലേഖനങ്ങളൊക്കെ എഴുതിയെങ്കിലും ഞാൻ പിന്നീട് കഥകളൊന്നും അങ്ങനെ എഴുതാനുള്ള ഒരറ്റംപ്റ്റ് ആ സമയത്തൊക്കെ കുറേ ചെയ്തിരുന്നു. പക്ഷെ പിന്നെ ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന ജോലി ഇത്തരത്തിലുള്ളൊരു കാര്യം, അതായത് ഒരു കന്യാസ്ത്രീ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരുണ്ട വസ്ത്രങ്ങൾക്കകത്ത് സ്വയം തൻ്റെ തന്നെ എല്ലാ വികാരങ്ങളെയും അല്ലെങ്കിൽ വിചാരങ്ങളെയും സ്വന്തം മനസ്സിനെയും ഒക്കെ തന്നെ അടക്കം ചെയ്യുകയാണെന്ന് അന്ന് MT എഴുതി വെക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ MT എഴുതി വെക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ആ ധൈര്യം ഒരു കാരണവശാലും ഇനി വേറൊരാൾ കാണിക്കാൻ സാധ്യതയില്ലാത്ത വിധം നമ്മുടെ സമൂഹം വലിയ തോതിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു 25-30 കൊല്ലം മുമ്പായിരുന്നു എങ്കിൽ ഒരിക്കലും ജോസഫ് മാഷെ കൈവെട്ടാൻ കേരളത്തിലൊരാൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. അപ്പോൾ അത്തരത്തിൽ മതപരമായി വിഭജനത്തിന് സാധ്യതകളുള്ള ഏത് കാര്യത്തെയും നമ്മളെടുത്ത് വലിയ തോതിൽ കൊണ്ടാടും എന്നുള്ളതാണ് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഇതിൻ്റെയൊക്കെ ഏറ്റവും പീക്കായിട്ടുള്ള സന്ദർഭമുണ്ട്. ഞാൻ പലവട്ടം വീഡിയോ പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് ഒരു തവണ പത്രസമ്മേളനം നടത്തുന്നു. ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടുപോയി. കാരണം മറ്റേ ഗ്രിഗറിയും നമ്മുടെ ദുൽഖർ സൽമാനും കൂടി പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് മറ്റേ മണിയറയിൽ അശോകൻ എന്ന് പറഞ്ഞ സിനിമയിൽ. ആ പാട്ടിനെ കുറിച്ച് പുള്ളി പത്രസമ്മേളനം നടത്തുകയാണ്. അതായത് ഒപ്പന പാടാനായിട്ട് അതിലൊരു ലൈനുണ്ട്, ലൈനൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റേ ഒപ്പനക്ക് കളിക്കാനായിട്ട് ഉണ്ണിമായെ എന്ന് വിളിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഒപ്പന കളിക്കാൻ നിങ്ങൾ ഉണ്ണിമായെ മറ്റേ വിളിക്കുന്നത് എന്തിനാണ്? ഐഷുമ്മയോ വിവാത്തുമ്മയോ വിളിക്കാൻ പാടില്ലേ? ഉണ്ണിമായെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പാട്ടിലെ തന്നെ അടുത്ത വരി കേട്ടാൽ നമ്മൾ അന്തിച്ചു പോവും. റോഡും മേലെ ടാറ് നീയെ എന്നുള്ളതാണ് ഒരു വരി. എന്ന് പറഞ്ഞാൽ അനൂസിതാര അഭിനയിച്ചിട്ടുള്ള അനൂസിതാരയെ വർണ്ണിച്ചുകൊണ്ടുള്ള വരികളിൽ ഒന്ന്. അതൊന്നും ഭാഗ്യത്തിന് വളരെ ഈ പറയുന്ന പോലെ TP ശാസ്ത്രമംഗലത്തെയൊക്കെ പോലെ ഇദ്ദേഹം എടുത്ത് വിശകലനം ചെയ്തില്ല. റോഡും മേലെ ടാറ് നീ എന്നൊരു പെൺകുട്ടിയെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് വേറൊരു ലൈനുണ്ട്, ഞാനിപ്പോൾ മറന്നുപോയി. മറ്റേ മത്തി നീ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മറ്റേ മത്തിയെ ചാളയാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഉണക്ക വെച്ചേക്കണം. അപ്പോൾ ഇത്തരത്തിൽ പക്ഷേ വളരെ സുന്ദരിയായിട്ടുള്ള അനൂസിതാരയെ അതിനകത്ത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ തഞ്ചത്തിൽ ഒപ്പന പാടിവായോ ഉണ്ണിവായോ എന്ന് പറയുന്ന വരി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള തികഞ്ഞ അസംബന്ധങ്ങൾ പോലും പറയാൻ കഴിയാവുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. ഞാൻ 100% ഉറപ്പിച്ച് ഷിബിലെടുത്ത് പറയുന്നു, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്, ഞാനവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് പോയേക്കുന്നത്. അമ്മക്ക് വലിയ വിശ്വാസമുള്ള ഒരാളാണ്. അമ്മ ഈ കഴിഞ്ഞ ദിവസവും അമ്പലത്തിൽ പോയിരുന്നു. ഞാൻ 100% ഉറപ്പിച്ച് ഷിബിലിയോട് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പൻ പണ്ടേ ഈ ജാസ്മിൻ ജാഫർ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെന്ന് പോലും അദ്ദേഹം വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫർ എന്നെ കഴിഞ്ഞ ദിവസം വന്ന് മാപ്പ് പറഞ്ഞു ഷിബിലി. ആ മാപ്പ് പറഞ്ഞത് ഇതാണ്: എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. ഒരറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികളൊക്കെ ഇതുപോലെ ചെയ്താൽ നമ്മൾ അതൊന്നും വലിയ വിഷയമാക്കാൻ നിൽക്കേണ്ട. ഈ ജാസ്മിൻ ജാഫറിനെയൊക്കെ സത്യത്തിൽ അത് ബിഗ് ബോസിലൊക്കെ വന്ന് ഷിബിലി ഒരു 2-3 എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. ഏതാണ്ടൊരു 10-14 വയസ്സുള്ളൊരു പെൺകൊച്ചിൻ്റെയൊക്കെ ബുദ്ധിയൊക്കെ അതിനിപ്പോഴും ഉള്ളൂ. മനസ്സിലായോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ പുറത്തൊരു അഫയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഗബ്രി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനായിട്ട് അഫയർ ആയി. അപ്പം അത്തരത്തിൽ വളരെ ലൈറ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാൾക്കാരാണ് അവർ പോലും ഞെട്ടിപ്പോവും. ഇനി ഇതിൻ്റെ ഒരു രൂക്ഷത ഞാൻ കുറച്ചും കൂടി വേറൊരു ഉദാഹരണം കൂടി പറയാം. അതും കൂടി പറഞ്ഞിട്ട് മറീന മൈക്കിൾ എന്ന് പറഞ്ഞൊരു താരമുണ്ട്, നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. ഈ മറീന മൈക്കിള് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്തുമ്പോൾ ആരോ ചെന്ന് ഏതോ യൂട്യൂബർമാർ ചെന്ന് മൈക്ക് വെച്ചപ്പോൾ മെറീന മൈക്കിൾ വെറുതെ ഒരു ഡയലോഗ് അടിച്ചു. അത് ശരിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്ക് പാകിസ്ഥാനിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പാവങ്ങളാന്ന് തോന്നുന്നു. കൂട്ടരെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ കൂടി മെറീന മൈക്കിൾ പാകിസ്ഥാനെ ന്യായീകരിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ മെറീന മൈക്കിളിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് അറിയാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇനി മെറീന മൈക്കിൾ പാകിസ്ഥാനിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ട്, അവരെന്ത് ചെയ്തു? അവരെ വളരെ സാധുക്കളാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഈ ഞാൻ തുറന്നു തന്നെ പറയുന്നു ഷിബിലി, പാകിസ്ഥാനുള്ള 10-9 പേരും പാവങ്ങളാണ്. അവർ സാധുക്കളാണ്.
250 രൂപയും 850 രൂപ കൊടുത്ത് ചിക്കനൊന്നും മേടിക്കാതെ വിശന്ന് വലഞ്ഞ് കഴിയുന്നവരാണ്. അവരോട് നമുക്ക് വിരോധമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമ്മൾ ഇവിടെ നിന്നുള്ള പാകിസ്ഥാൻകാരനാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ അങ്ങ് പറയാന്നല്ലാതെ പാകിസ്ഥാനിലും ഇവിടെയൊക്കെ ഉള്ളത് മനുഷ്യരായിട്ടുള്ള ആളുകളാണ്. ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 70 കൊല്ലം കൂടി വന്നാൽ ജീവിച്ചിരിക്കാൻ പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതിനിടക്ക് ഒരു അതിർത്തിയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പർപ്പസിന് എന്ത് ചെയ്യുന്നേ ഉള്ളു. ഇനി RSS ഒക്കെ വിശ്വസിക്കുന്ന പോലെ അഖണ്ഡ ഭാരതം ഉണ്ടാക്കണമെങ്കിൽ പാകിസ്ഥാൻ കൂടി വരണം. അന്നേരം നമ്മൾ സഹോദരന്മാരാവും. മനസ്സിലായി? 1947 മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. നാളെ പാകിസ്ഥാനുള്ളവന് ഇപ്പം രതീഷ് ചക്രവാണിയോടോ ഇവിടെ ഇരിക്കുന്ന ആളുകളോടോ വിരോധം ഉണ്ടാവേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ ഭരിക്കുന്നവരും അവരുടെ സൈന്യവും ഒക്കെ പല പോക്കൃത്തരവും കാണിക്കും. പാകിസ്ഥാൻ സൈന്യത്തിനെക്കാളും തിരിച്ചടി കൊടുക്കേണ്ടതാണ്, അതിലൊന്നും ഒരു സംശയവും ഇല്ല. പക്ഷെ എന്നും പറഞ്ഞ് പാവം മറീന മൈക്കിള് ഈ രാഷ്ട്രീയമോ കാര്യങ്ങളെക്കുറിച്ചോ യാതൊരുവിധ ധാരണയില്ലാത്ത ഒരാൾ വന്നിട്ട് എനിക്ക് പാകിസ്ഥാനിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പാവങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിലെ മറ്റേ ദേശഭക്തി ഉണർന്നെണീക്കുകയും ഈ മറീന മൈക്കിളിനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള രൂക്ഷതയൊന്നും നമ്മുടെ വിശ്വാസങ്ങളിൽ ഒരാവശ്യവുമില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. എനിക്ക് ഈ ദൈവങ്ങളിൽ നല്ല വിശ്വാസമാണ്, അവർക്ക് ശക്തിയുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരും കൂടി പെർമിറ്റ് ചെയ്യാതെ ജാസ്മിൻ ജാഫർ അവിടെ വരുമോ? എൻ്റെ ചോദ്യത്തിലേക്കുള്ളൊന്ന് മറുപടി പറയാം. ഞാൻ പറയണത് ജാസ്മിൻ ദൈവത്തിന് വേണ്ടി നമ്മൾ ഗുണ്ടകളായിട്ടോ നമ്മളെ ഈ പറഞ്ഞ പോലെ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനോ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇപ്പം മുഹമ്മദ് നബിക്ക് വളരെ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ ഞാൻ പറയുന്നത് എന്തിനാണ് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് ജോസഫ് വാഴ എന്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ദൈവം ശിക്ഷിച്ചോളൂല്ലേ ഷിബിലി, ദൈവം ശിക്ഷിച്ചോളൂ. എന്തിനാണ് നമ്മളെ പഠിക്കുന്നത്? അതാണ് ഈ കാര്യത്തിൽ വ്യക്തവും കൃത്യവുമായിട്ട് എനിക്ക് പറയാനുള്ളത്.